ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കേരള ലഞ്ച് മെനുവിൻ്റെ 67ാമത്തെ മെനു ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ചേനയും ക്യാബേജും ഫ്രഷ് ഗ്രീൻ പീസും ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരു മെനു ആണ് ഇന്ന് ഉണ്ടാക്കിയത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ നിറയെ മെനുസ് എൻ്റെ ചാനലിലുണ്ട്. അത് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചേന പുളിങ്കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറിൽ ഞാൻ ചേന ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ചേർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേനയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. ചേന കുക്കായതിനു ശേഷം ഞാൻ വേറൊരു പാനിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങയും ജീരകവും നന്നായിട്ട് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊരു ചെറിയ തള വരുന്നവരെ നമുക്ക് അടുപ്പത്ത് വെക്കാം. അതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, മുളക്, കരിവേപ്പിലയും കൂടി വറുത്തിട്ടാൽ നമ്മുടെ പുളിങ്കറി റെഡി. ഇനി ഈ തോരനായിട്ട് ക്യാബേജും ഫ്രഷ് ഗ്രീൻ പീസും കൂടിയുള്ള ഒരു തോരനാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക് ചേർത്തിട്ടുണ്ട്. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ ഉഴുന്നും പരിപ്പ് ചേർക്കുക. ഉഴുന്നൊന്ന് ചോന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ് ഞാൻ ഉപയോഗിച്ചത്. അതൊന്ന് സോട്ടേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാബേജും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ക്യാബേജിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കാനായിട്ട് പിന്നെ നടുവിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓൾമോസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചു വെച്ച് നമുക്കിത് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോൾ ക്യാബേജ് നന്നായി വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങ, ചെറിയുള്ളി, പച്ചമുളക്, ജീരകം, ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് കരിവേപ്പിലയും ചേർത്ത് അരച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം ചെറിയ തീയിലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ക്യാബേജ് തോരനും റെഡിയായി. അപ്പോൾ ഈ 2 സിമ്പിൾ റെസിപ്പീസ് നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.